അന്ന് വായിച്ച വാക്യം കർത്താവിൻ്റെ മഹത്വം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി ആ വാക്യം മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്ന വേളയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം, പുത്രനെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിമരത്തിന്റെ കായ്കൾ വ്യക്തമായി പാഴുത്തിടുന്നു. അതിമരത്തിന്റെ കായ്കൾ വ്യക്തമായി പാഴുത്തിടുന്നു. ഗോസ്തനി വല്ലികൾ പൂത്തുവീ ഗോസ്തനി വല്ലികൾ പൂത്തുവീശുന്നു. ഗന്ധം സ്വസ്ഥരെങ്കിലും ഈ പ്രപഞ്ചരസം ശ്വസിച്ചുണർവറ്റുപോ ഒരു ശിഷ്ടരിൻ നാസികാഗ്രത്തിൽ യേശും. അവർ ലബ്ധരായി സുവാർത്തയോദ അവർ ലബ്ധജീവനായി സുവാർത്തവേശുന്നു. മഞ്ഞുകാലം കഴിഞ്ഞിപ്പോൾ മാഞ്ഞുമഴയിൻ പ്രഭാവം. മഞ്ഞുകാലം കഴിഞ്ഞിപ്പോൾ മാഞ്ഞുമഴയിൻ പ്രഭാവം. കുഞ്ചരാഗാമിനി ദിവ്യസുന്ദരി. കുഞ്ചരാഗാമിനി ദിവ്യസുന്ദരി. നിന്റെ മഞ്ജുവ മുതലഞ്ജനത്തിനു തുല്യമ ഇരുളാതിരി പതിലഞ്ജനം വാഴ്ത്തുന്ന പ്രേമവന്ദരി. എടുന്നോടു കൂടെ വനീ ധർമ്മമഞ്ജരി.
ഞാൻ കേട്ടുകൊണ്ടും നിൻമുഖത്തെ കണ്ടുകൊണ്ടും നിൻ സ്വരം ഞാൻ കേട്ടുകൊണ്ടും നിന്റെ പേർക്കാനുപവിച്ച പാടുകൾ നിന്റെ പേർക്കാനുപവിച്ച പാടുകൾ എന്റെ പൊന്നു ജനകനു പുതിയ സുതയതുപോൽ പ്രിയം കലരുന്നവ പകമൻ സുതർക്കായി സഹിച്ചുള്ള നോവുകൾ മറന്നിയും കാടിച്ചിടുമൻ നാളുകൾ മറന്നിയും കാടിച്ചിടുമൻ നാളുകൾ മഞ്ഞുകാലം കഴിഞ്ഞിപ്പോൾ മാഞ്ഞുമഴയിൻ പ്രഭാവം മഞ്ഞുകാലം കഴിഞ്ഞിപ്പോൾ മാഞ്ഞുമഴയിൻ പ്രഭാവം കുഞ്ചര കാമിനി ദിവ്യ സുന്ദരി കുഞ്ചര കാമിനി ദിവ്യ നിന്റെ മഞ്ജുവാകുടലഞ്ചനത്തിനു തുല്യമ ഇരുളാതിരു പതിലഞ്ചനം വാഴ്ത്തുന്ന കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. വായിച്ച തിരുവെടുത്ത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരും. പൗലോസിന്റെ ഒരു ചെറിയ പ്രാർത്ഥന അന്ന് നമ്മൾ ചിന്തിച്ചു. പൗലോസിന്റെ ദീർഘമേറിയ പ്രാർത്ഥന അത് എഫേസ്യ ലേഖനത്തിൽ. ഇത് ചെറിയ ഒരു പ്രാർത്ഥന ചെറുതാണെങ്കിലും വിഷയം വലുതാ. സ്തോത്രം. പ്രാർത്ഥന ചെറുതാ പക്ഷെ വിഷയം വലുതാ. ഞാൻ പറയാറുണ്ട് ഇതുപോലെ ചിലര് വിഷയം ചെറുതായിരിക്കും, പ്രാർത്ഥന വലുതാ. നമ്മളെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഓർക്ക് ഏതാണ്ട് വലിയ ഭീകരമായ വിഷയമാണ്. പഴയ അമ്മച്ചിമാർ പറയുമ്പോൾ അവസാനം ഉള്ളി പൊളിച്ച പോലായിരിക്കും. എന്നാൽ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഭീകരമായ പ്രശ്നമാണ് പക്ഷെ അവർ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ പറയാറുണ്ട് ചുരുക്കമായി പ്രാർത്ഥിക്കാനും ദൈവമക്കൾ ശീലിക്കണം, ദീർഘമായി പ്രാർത്ഥിക്കാനും ശീലിക്കണം, സന്ദർഭോചിതമായി പ്രാർത്ഥിക്കാനും ശീലിക്കണം, സമയം നോക്കി പ്രാർത്ഥിക്കാനും ശീലിക്കണം. സ്തോത്രം. 2 മിനിറ്റ് കൊണ്ട് വണ്ടി വരും, പെട്ടെന്ന് പാസ്വേഡ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒറ്റ വാക്ക് പ്രാർത്ഥിക്കണം. അര മിനിറ്റിൽ ഇല്ലേ, 2 മിനിറ്റ് കൊണ്ട് വണ്ടി വരും, ഉദാഹരണമാണ്. അപ്പോൾ പാസ്വേഡ് പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ. എങ്ങനെ പ്രാർത്ഥിക്കും? പെട്ടെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ മകൻ കടന്നു പോകുന്ന യാത്ര ചെയ്ത് നോക്കണം, വാഹനം സൂക്ഷിക്കണം, അങ്ങ് ചെന്ന് നല്ല വാർത്ത കേൾക്കുവാനാണ് കൃപ കൂടിയിരിക്കണം യേശുവിൻ നാമത്തിൽ മതി. അവിടെ നിന്ന് അങ്ങനെ നീരും കരയില്ലാതെ കൈ പൊക്കി നിന്നാലോ? അയാൾ വണ്ടിക്ക് അങ്ങ് പോകും, നീ അവിടെ നിൽക്കും. ചില ശുശ്രൂഷകളൊക്കെ കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന സന്ദർഭത്തിൽ പറയും, പാസ്റ്റർ പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ നിന്ന് ഇങ്ങനെ അല്ലതുള്ളും പോലെ തുള്ളരുത്. കർത്താവേ, ലഭിച്ച ഭക്ഷണത്തിനായി സ്തോത്രം. ശുശ്രൂഷ കാര്യങ്ങളെ അനുകരിക്കണം, പ്രതിഫലം കൊടുക്കണം, ഭക്ഷിച്ച് ബലപ്പെടുവാനിടയാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനൊന്നുകൂടെ പറയുക. പിന്നെ ദീർഘമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വീട്ടിലിരിക്കുമ്പം. പൊതുസഭ കൂടുമ്പോൾ യോഗ്യമായി സന്ദർഭോചിതമായി പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം അത് ഇവിടെ വന്ന് പലരും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. പലരും പല കാര്യങ്ങൾ പഠിച്ചതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
സ്തോത്രം. അത് ഞാൻ സഹിതം നമ്മൾ ഓരോ ദിവസം ഓരോന്ന് പഠിക്കുക. സ്തോത്രം. നമുക്ക് ഈ വർഷങ്ങളായിട്ട് കുറച്ച് താരിപ്പുണ്ട്. ആ താരിപ്പല്ല അങ്ങ് മാറ്റണം. ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പം സ്തോത്രം, ഇവിടുന്ന് ഇറങ്ങിപ്പോയവരെ ഇപ്പോഴും കണ്ടാൽ അറിയാമല്ലോ അല്ലേ? എവിടെ വെച്ച് കണ്ടാലും സ്തോത്രം. വെള്ളവസ്ത്രം ധരിക്കാൻ ഇവിടെ വന്ന് പഠിച്ച ആൾക്കാരുണ്ട്. അവരെ ഇപ്പം കണ്ടാലും നമുക്ക് അറിയാം. പ്രാർത്ഥിക്കാൻ പഠിച്ചവരുണ്ട്, പാട്ട് പഠിച്ചവരുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പഠിച്ചു. നിങ്ങളും ഇനി ആരെങ്കിലും ഇത് ഇട്ടേച്ച് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചു വേണം പോകാൻ. സ്തോത്രം. നോട്ടോയിരിപ്പം കണ്ട് മിക്കവാറും പോകാൻ സാധ്യത ഉണ്ട്. അതിന് എതിരൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, സന്തോഷമാണ്. കാരണം എല്ലാവരും കർത്താവിൽ പ്രയോജനപ്പെടണം. സ്തോത്രം. പിന്നെ ഇവിടെ വന്നേച്ച് പോയി കഴിയുമ്പം പുള്ളി അറിയാമെന്ന് ചോദിച്ചാൽ അതിനെ അറിയത്തില്ല, എവിടുത്തുകാരനാ, അങ്ങനെ പറയരുത്. ആരെങ്കിലും ചോദിക്കുക ഇല്ല പുള്ളി അറിയാമോ, അങ്ങനെ ഒരാളുണ്ടോ, എവിടുത്തുകാരനാ, അങ്ങനെ പറയരുത്. അറിയാം, ഞങ്ങൾ 1-2 ആഴ്ച അല്ലെ 1-2 മാസമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് കുറച്ചുകൂടെ ഒരു സന്തോഷമാണെന്നായി എൻ്റെ അഭിപ്രായം. പിന്നെ ദൈവം പറയാം പുള്ളിയുടെ പേര് മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടുകയോ ചെയ്യരുത്, ദൈവം പറയുന്നത് കേട്ടോണം. ആട്ടെ, എന്തായാലും കൊള്ളാം, എല്ലാവരും കർത്താവിനാൽ പ്രയോജനമുള്ളവരായി തീരണം. ദൈവത്തിന് മഹത്വം. ഇവിടെ പൗലോസ്ലീഹ ചെറിയൊരു വിഷയം വലുതാണെങ്കിലും ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുക. 2 കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. മൈക്ക് മുമ്പത്തെ പോലൊന്നും ആകുന്നില്ല, മുമ്പേ നല്ലതായിരുന്നു, കളത്ത് വെച്ചില്ലേ. സ്തോത്രം. മുമ്പേ ഇച്ചിരി കുറച്ച് മുമ്പേ നല്ലതായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു വലിയ വിഷയം രൂക്ഷമേറിയ വിഷയമാണ്. പക്ഷെ പ്രാർത്ഥനാ വാചകം ചുരുക്കമായിട്ട് 2 വിഷയത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, തെസ്സലോനിക്ക വിശ്വാസികളുടെ മുഖം കാണണം. ഇപ്പൊ ക്ലിയറായി. സ്തോത്രം. മോനെ, ഈ പുൾപിറ്റ് പ്രസംഗപീഠം ഇങ്ങോട്ട് ഭാഷപ്പെടുന്ന ഒരു പിള്ളേർ ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. എനിക്ക് റേച്ചാനെ കാണാം, ഞങ്ങൾ തമ്മിലൊരു ധാരണ നിൽക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം. മാനം തന്നമീ മന്നീൻ മകൾ ഒന്നും ജാതിയ നൽകാതെ, മാനം തന്നമീ മന്നീ മകൾ ഒന്നും മോദാകവും പെരുകും നന്നീരൊഴികെ ലോകവും വേറെ തരികില്ലറിയാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ വലിയ ഒരു വിഷയത്തിന് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രാർത്ഥന ചുരുക്കമാണ്. 2 കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ മുഖം കാണണം. 2, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കണമല്ലേ, പരിഹരിക്കണം. ഇതുപോലെ ഒരു വലിയ വിഷയത്തിന് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച വേറൊരാളുണ്ട്, നമുക്കറിയാം. ആരാ? ഏലിയാവ്. വിഷയം വലുതാ, പക്ഷേ ചുരുക്കമായിട്ടാണ് പ്രാർത്ഥിച്ചത്.
ചുരുക്കമായിട്ട് Amen, Jesus. ബാലിന്റെ അശേരയുടെയും പ്രവാചകന്മാര് രാവിലെ മുതൽ നിലവിളിയും കൂവിച്ചയും കാറിച്ചയും ഒച്ചപ്പാടും ബഹളവും വെപ്രാളവും ഉച്ചവരെ ഇതെല്ലാം കോലാഹലമാണ്. എന്നാൽ അവിടെ വായിക്കുന്നത് ഭോജനയാഗം കഴിക്കേണ്ട സമയമായപ്പോൾ, നേരമായപ്പോൾ ഏലിയാവ് ഇങ്ങോട്ട് വന്നു. ആ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ട് എടുത്തവര്. ഭോജനയാഗം കഴിക്കേണ്ട അന്നേരമായപ്പോൾ ഏലിയാവ് ഇങ്ങോട്ട് വന്നെന്ന. ഓൺലൈനിലുള്ളവർ വാക്യം എടുത്ത് വീട്ടിൽ ഇരുന്ന് വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ നേരെ ലൈനിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. ഓടിക്കൊണ്ട് നിനക്ക് എന്നെ ഓടാനൊന്നും വയ്യല്ല, അവന് വയ്യ. വായിര്. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ, ഭോജനയാഗം കഴിക്കേണ്ട നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. അപ്പൊ ഇവര് ബാലിന്റെ അശേരയുടെ പ്രവാചകന്മാര് ഇച്ചിരിയേറെ നേരമായിട്ട് അവിടെ വെപ്രാളവും ബഹളവും. 26 വാക്യം വായിച്ചേ ദൈവദാസി. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവരെടുത്ത് ഒരുക്കി. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവരെടുത്ത് ഒരുക്കി. കാളയനെ ഒരുക്കുക. നമ്മൾ കാണാറില്ലയോ കാളയെ? കാളയെ ഒരുക്കുന്നു ഒക്കെ എവിടുന്ന് വന്നതാ. കാളയെ ഒരുക്കി. ബാലേ ഉത്തരമരണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ബാലേ 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 എന്നും പറഞ്ഞ് ഇങ്ങ് നിലവിളിക്കുക. പിന്നെ ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. എങ്ങനെ മിണ്ടാന്? ഒന്നും മിണ്ടുന്നില്ല. പുസ്തകത്തിൽ എഴുതിക്കുന്ന വായുണ്ടെങ്കിലും മിണ്ടുന്നില്ല, സംസാരിക്കുകയല്ല. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അങ്ങനെയല്ലയോ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്? ആ വാക്യം വായിച്ചേ. അപ്പൊ പിന്നെ ഉടക്കുണ്ടാകുകയല്ലോ. വേറെ ദിവസത്തിലെ കാര്യം തന്നെയായി പറയാനെന്ന് അറിയട്ടെ. അതിനാ ആ വാക്യം വായത്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അവയ്ക്ക് അവ ഏതാണ്ട് മേളിലുണ്ട്, അതിപ്പം വായിക്കണ്ട. അവയ്ക്ക് വായുണ്ടെങ്കിലും പിന്നെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. ചെവിയുണ്ട്, പക്ഷെ കേൾക്കാത്ത ചെവിയാ. പിന്നെ മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. മൂക്കൊക്കെ നല്ല ഷേപ്പിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ മണക്കുകയല്ല. പിന്നെ അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. തൊട്ടാലറിയത്തില്ല, തട്ടിയാലറിയില്ല, ഉരുട്ടി താഴെ ഇട്ടാ അറിയത്തില്ല. സംസാരിക്കുന്നതുമില്ല. പിന്നെ അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകും. അപ്പോ തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല. ആ പുള്ളിയോടാ ഇവര് കിടന്ന് ബാലേ ഉത്തരമരണമേ, ബാലേ വിളിച്ച് ഊപ്പാട് വരുന്നതല്ലാതെ ബാലയ്ക്കൊരനക്കോ ഇല്ല. ബാല കേൾക്കുന്നുമില്ല, ഇതറിയുന്നുമില്ല. അടുത്ത വാക്യം ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിലെ. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ചുമ്മാ കിടന്ന് തുള്ളിച്ചാടുക. ഒരനക്കവും ഇല്ല, ഒച്ച ഇല്ല. നമ്മൾ കണ്ടിട്ടില്ല ചുമ്മാ കിടന്ന് തുള്ളുന്നേ, വെറുതെ തുള്ളിച്ചാടുക. പിന്നെ ഒരു കാര്യമായ ശരീരത്തിനൊരു ഉന്മേഷം ഉണ്ടാകും. തുള്ളിച്ചാടിയാൽ നല്ലതാ. ആ രീതിയിൽ. അടുത്തത് ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്ക വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഏലിയാവ് ഒരു പരിഹാസ ശരമൊക്കെ തൊടുത്തു വിട്ടു. പിന്നെ ഏലിയാവ് ചെയ്തതുപോലെ നമ്മൾ കയറി അധികം പറയരുത്. ഏലിയാവ് പരിഹസിച്ച ഉണ്ടയിട്ടില്ല, പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പരിഹസിച്ച അന്നേരം ലൈറ്റ് ഓഫ് ആക്കി വെച്ച് എന്ത് ചെയ്യും? പ്രധാനപ്പെട്ട പാസ്റ്റർ പുള്ളി മുങ്ങി. തല്ലുകൊള്ളുന്ന ആരാ? വെറുതെ ഇരുന്നവൻ. മനസ്സിലായില്ല? പിന്നെ മനസ്സിലാകും. തല്ലുകൊള്ളുകയാണെങ്കിൽ എല്ലാവരും കൊല്ലണം. പുള്ളി പരിഹസിച്ചേച്ച് ആൾക്കാരോട് പറഞ്ഞ ലൈറ്റ് ഓഫ് ആയിക്കോ. ഒരു തള്ളയുടെ കവണി എടുത്ത് പൊതിച്ചുകൊണ്ട് പുള്ളി ഇടയിൽ കൂടെ പോയി. ഉമ്മ എന്നവെല്ലാം തല്ലുകൊണ്ട് ഊപ്പാട് വന്ന്. എന്നാൽ ഏലിയാവ് അങ്ങനല്ല. പരിഹാസ ശരമൊക്കെ തൊടുത്ത് വിട്ടെങ്കിലും പുള്ളി ഉണ്ടയിട്ടില്ല, അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു. പരിഹസിച്ചു. അവൻ ഉറങ്ങുകയായിരിക്കില്ലേ, വെളിയിലോട്ട് പോയതായിരിക്കും,
സ്തോത്രം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ, അല്ലെ യാത്രയിലായിരിക്കും പുള്ളി, അങ്ങനെ പലയിടത്ത് യാത്ര ചെയ്യുന്നതല്ലേ. അടുത്ത വാക്യം, അവർ ഉറക്കെ വിളിച്ചു. അവർ പിന്നെ ഉറക്കെ വിളിക്കുക, ബാലേ മറുപടി തരണേ, ബാലേ മറുപടി തരണേ. അടുത്തത്, പതുപോലെ രക്തമൊഴുകുവോളം. ഇതൊക്കെ അവരുടെ ആരാധന, രക്തമൊക്കെ ഒഴുക്കുക. വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവരിങ്ങനെ വെളിച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഏലിയാവ് ഭോജനയാഗം കഴിക്കേണ്ട സമയത്ത് ഇങ്ങോട്ട് വന്നു. അതിനു മുമ്പ് ഏലിയാവ് ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഭോജനയാഗം കഴിക്കേണ്ട സമയത്ത് വന്ന് ഏലിയാവ് ഒരു ചുരുങ്ങിയ വാചകത്തിലാണ് പ്രാർത്ഥിച്ചത്. അതാണല്ലോ 36 മുതലുള്ള വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തിയെന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ എനിക്ക് ഉത്തരവരണമേ. നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു വന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരണമേ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു വലിയ സംഭവം നടക്കാൻ ഏലിയാവ് ഒരു ചെറിയ പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചത്. വലിയ സംഭവം നടക്കാൻ. കാരണം ബാലന്റെ അശേരയുടെ പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ച വരെ നിലവിളിയും കത്തിക്കുത്തും ചോരയൊഴുക്കുകയും വെപ്രാളവും ബഹളവും എന്ത് വേണ്ട കോലാഹലമാ, വലിയ സംഭവമാ. എന്നാൽ ഏലിയാവ് ഈ വലിയ സംഭവം നടക്കുക അവർ ഉച്ച വരാ പ്രാർത്ഥിച്ചത്. ഏലിയാവ് എൻ്റെ ഭാഷ പറഞ്ഞ ഇത്രയും പ്രാർത്ഥിക്കാൻ 2 മിനിറ്റ് പോലും എടുത്ത് കാണുകയില്ല. മറ്റവര് മണിക്കൂർ നിന്ന് പ്രാർത്ഥിക്കുക, ബാലേ മറുപടി തരണം, ബാലേ ഉത്തരം, ബാലേ ബാലേ. എന്നാൽ ഏലിയാവ് ഈ വാക്യം വായിച്ചതിന്റെ വെളിച്ചത്തിൽ 2 മിനിറ്റ് പോലും പ്രാർത്ഥിച്ചില്ല. 38 വാക്യത്തിൽ വായിക്കുന്നത് ഉടനെ ദൈവത്തിന്റെ തീ ഇറങ്ങി. 38 ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ശ്രദ്ധിച്ചേ, മറ്റേ കക്ഷികൾ രാവിലെ മുതൽ ഉച്ച വരെ മുട്ടിപ്പായിട്ട് ബാലയോട് നിലവിളിക്കുക. അനക്കവുമില്ല, മിണ്ടുന്നുമില്ല, വിളിയും കേൾക്കുന്നില്ല, യാതൊരു മറുപടിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന ഏലിയാവ് ഇങ്ങോട്ട് വന്ന് എൻ്റെ ഭാഷയിൽ പറഞ്ഞ 2 മിനിറ്റ് പ്രാർത്ഥിച്ചില്ല. ആ 2 മിനിറ്റത്തെ പ്രാർത്ഥനയിൽ ഉടനെ ദൈവത്തിൻ്റെ തീ ഇറങ്ങി. സ്തോത്രം. ഒരു വലിയ സംഭവം നടക്കാൻ ചെറിയ പ്രാർത്ഥന, സംഭവം നടന്നു. അതിൻ്റെ കാരണം എന്താന്ന് ആ ഭാഗം ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാകും. ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ചാ പ്രാർത്ഥിച്ചത്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാ ഏലിയാവ് പ്രാർത്ഥന. നമ്മളൊന്നും ചെയ്യത്തില്ല, മുഴുവൻ പ്രാർത്ഥനയ്ക്കകത്തൂടെ പ്രാർത്ഥനയ്ക്കകത്തൂടല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണം പറയാൻ പോവാ, ഉടക്കുണ്ടാക്കാനല്ല. പ്രായമുള്ള അമ്മ അപ്പൻ വീട്ടിലുണ്ട്, കിടക്കയില്ല. അപ്പോൾ അവർക്ക് ചെയ്യേണ്ടതെല്ലാം മക്കൾ, മരുമക്കൾ, വേണ്ടപ്പെട്ടവർ നന്നായിട്ട് ചെയ്യണം. അവരെ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ചിട്ടകൾ കാണും, അതനുസരിച്ച് അത് ചെയ്യണം. വസ്ത്രം മാറണം, അവരുടെ ആഗ്രഹം ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പം കട്ടിലേ കിടക്കുന്ന അമ്മയ്ക്ക് ഇപ്പം എനിക്ക് പ്ലെയിനെ കയറണമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനങ്ങാൻ മേലാതെ കിടക്കുക. അമ്മച്ചിക്ക് എന്തോ ഉണ്ടാകും, എനിക്ക് വിമാനത്തെ കയറണം 2:30 ആകുമ്പം, അങ്ങനെ പറയില്ല. അവർ ചിലപ്പോൾ കിടന്നുകൊണ്ട് പറയും, മോളെ വൈകിട്ട് ഇച്ചിരി ഓട്സ് തരുന്നതായിരിക്കും നല്ലത്, ഇതൊക്കെ പറയുള്ളൂ. അല്ലേ, എനിക്ക് ജോയിക്കുട്ടിയോ ഒന്ന് കണ്ടാൽ കൊള്ളാം, മൂത്ത മോനെ, അമ്മ വന്നിട്ട് 3 ആഴ്ചയായി, നിങ്ങളൊന്ന് വിളിച്ച് അവൻ ഇങ്ങോട്ടൊന്ന് വരാം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് അല്ലേ. അതോ അമ്മ പറയും എനിക്ക് ഡൂലോസിൽ കയറണം, തളർന്ന് നടക്കുന്നതാണല്ല, അങ്ങനെ പറയുകയല്ല. അപ്പം അവരുടെ ആഗ്രഹം, ഇങ്ങനെയുള്ള ആഗ്രഹം, അത് നമ്മൾ ചെയ്യണം. വീട്ടിലുള്ള മോനോ മോളോ മരുമകളോ മക്കളോ ഉണ്ടെങ്കിൽ അവരത് ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ഉദാഹരണമാണ് ഇതൊന്നും ചെയ്യത്തില്ല. ഇവിടെ വന്നിരുന്ന് കർത്താവേ അമ്മച്ചിയെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. തള്ള അവിടെ കിടന്ന് എല്ലാം കഴിഞ്ഞ് അവിടെ കിടക്കുക. ആ കിടപ്പിലാണോ തള്ളനെ തൃക്കരങ്ങളിലോട്ട്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.
ചെയ്യേണ്ടതെല്ലാം നാം ചെയ്യണം. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി നമ്മളാ ലാഭം എന്നും ചെയ്തേച്ച് നീ മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചാൽ സൂക്ഷം ദൈവത്തിന്റെ തീ ഇറങ്ങും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല. ഏലിയാവിടെ ചെയ്തു തന്നെതാ. നിങ്ങൾ അതിന്റെ 29-ാം വാക്യം വായിച്ചേ. സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഒന്ന് ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. സ്തോത്രം. ഈ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നന്നാക്കണം. പ്രാർത്ഥനയെ കൂടെ അല്ല നന്നാക്കുന്നേ, നന്നാക്കിയേച്ച് പ്രാർത്ഥിക്കണം. തൂക്കുകയില്ല, മെഴുക്കുകയില്ല, കഴുകുകയില്ല, അടുക്കുകയില്ല, പെറുക്കുമില്ല, ചിട്ടകില്ല, ക്രമമില്ല. ആ വാരുകാലൊക്കെ അകത്ത് കിടന്ന മര്യാദക്കിരുന്നാണ് നീ. ഈ ചവറിനകത്തിരുന്ന നോപ്പ ഉമ്മ മുതല വാ പൊളിക്കും പോലെ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് തൂത്ത് തുടച്ച് വൃത്തിയാക്കി. ഈ ദൈവം വിശുദ്ധനല്ലേ? ഈ ചുമ്മാ ഉഴപ്പി കിടക്കുന്നിടത്തൊന്നും ദൈവം വരികയല്ല. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ദൈവം വളരെ നീറ്റുള്ള സ്ഥലത്തേ വരുവുള്ളൂ. ഓലപ്പര ആയിരിക്കും, ആ ഓലപ്പര നന്നായിരിക്കണം. ചാണകം ഇട്ട് മെഴുകുന്നതായിരിക്കും, അത് ചാണകം ഇട്ട് മെഴുകണം. മിണ്ടുന്നില്ലല്ലോ. 2 ജോടി തുണിയേ ഉള്ളൂ, മതി. അത് കഴുകി അടുക്കി പെറുക്കി മടക്കി വെക്കണം. മനസ്സിലാകുന്നില്ല. നന്നാക്കിയേച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഇവിടെ ഇടിഞ്ഞു കിടന്ന് യഹോവയുടെ യാഗപീഠം നന്നാക്കണം. പിന്നെ ഓടിച്ചു വായിച്ചേ. എന്ന് പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിത് യാഗപീഠത്തിന് ചുറ്റും 2 സെയാവിത്ത് വിതയ്ക്കുവാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറക് അടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വച്ചു. ഞാൻ എല്ലാ ഭാഗവും അവിടെ പറയുന്നില്ല. 1 നന്നാക്കി, 2 ഒത്തവണ്ണം. അങ്ങനൊരു പ്രയോഗമുണ്ട്, സംഖ്യക്ക് ഒത്തവണ്ണം. 33-ാമത്തെ വാക്യത്തിൽ അടുക്കി. അപ്പൊ നന്നാക്കി, അത് ഒത്തവണ്ണം ചെയ്തു, 3 അടുക്കി. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആമേൻ. ഇത് നന്നാക്കത്തുമില്ല, നന്നാക്കുകയില്ല, നന്നായി കിടക്കുന്നത് കുഴയ്ക്കുകയും ചെയ്യും. ഇവിടെ ഒത്തവണ്ണം എന്താ? ഇസ്രായേൽ ഗോത്രത്തിന്റെ, യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യക്ക് ഒത്തവണ്ണം 12 മക്കളാ. വേദ ചിന്തകന്മാര് ഇതിനെപ്പറ്റി ആ ഭാഗമെല്ലാം കൂടെ പഠിച്ചിട്ട് പറഞ്ഞത്, ഏലിയാവ് ഈ യാഗം കഴിക്കാൻ വരുന്ന സമയത്ത് ഇസ്രായേല് 2 ഗ്രൂപ്പായിട്ട് നിൽക്കുക. പൊതുവിൽ യാക്കോബിന്റെ മക്കൾ 2 പക്ഷമായിട്ടാണ്. ഒന്ന് ഇസ്രായേൽ മക്കൾ എന്നും പറഞ്ഞൊരു 10 ഗോത്രക്കാര് ഒരു രാജ്യം, 2 ഗോത്രക്കാര് യഹൂദ എന്ന് പറഞ്ഞ് മാറിനിൽക്കുന്നു. അത് ശലോമോന്റെ മകനാകുന്ന രഹബയാമിന്റെ കാലത്താ രാഷ്ട്രം 2ആയിട്ട് വിഭജിച്ചത്. ശലോമോൻ രാജാവായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ, ജനമെല്ലാം കൂടെ, പ്രജകളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, നിന്റെ അപ്പന് ഞങ്ങളെ അല്പം ശലോമോന്റെ മകൻ രഹബയാമിനോട് എന്ന് പറഞ്ഞു, നിന്റെ അപ്പൻ ശലോമോൻ ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചു, ഭാരമൊക്കെ ഒന്ന് കുറച്ച് തരണം. അപ്പോൾ ഈ രഹബയാം പറഞ്ഞു, പോയിച്ച് 2 ദിവസം കഴിഞ്ഞ് വരാൻ. അപ്പോൾ ഇവന് അപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രായമുള്ളവരുണ്ടായിരുന്നു. പ്രായമുള്ള മൂപ്പന്മാരോട്, വന്ധ്യരോട്, വയോധികരോട് ചോദിച്ചു, ജനമെല്ലാം വന്ന് ഇങ്ങനെ പറയുന്നത് എന്തോ ചെയ്യണം. അപ്പം പ്രായമുള്ളവർ പറഞ്ഞു കൊടുത്ത പോലെ, ഈ ജനം കൂടെ നിൽക്കണമെങ്കിൽ വളരെ മര്യാദയ്ക്ക് ഇടപെടണം. നീ അത് വളരെ നയരൂപേണ അവരോട് നിന്നോണം. പ്രായമുള്ളവർ പറഞ്ഞ വാക്ക് രഹബയാം ഉൾക്കൊണ്ടില്ല.
ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ട ഇവനെ കുറെ യൂത്ത് ഉണ്ടായിരുന്നു. യൂത്തിനോട് ചോദിച്ചു, യൂത്തെ നമ്മൾ എന്തോ ചെയ്യണം? അപ്പൊ യൂത്ത് ഊത്തി. പ്രായമുള്ള അപ്പന്മാരങ്ങനെ പലതും പ്രായമാകുമ്പോൾ ഓരോന്നിനും ഓരോ സൂക്കേട് ഉള്ളതാ. പ്രായമുള്ളതിനെ മൂലയിലിടുകയോ അതിൽ അനാഥയാലെ വിടുകയോ ഒക്കെ ചെയ്യാൻ ചുമ്മാ മെനക്കെട്ട് അവർ പറയുന്നൊന്നും അംഗീകരിക്കണ്ട. ജനം 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ പറയണം, അപ്പൻ്റെ അരയോളമൊക്കെ വേണ്ടി അണിവരില്ല, അപ്പം നിങ്ങളെ തേള് കൊണ്ട് കുത്തിയെങ്കിൽ ഞാൻ ചമ്മട്ടിക്ക് നിങ്ങളെ അടിപ്പിക്കും പറയാൻ പറഞ്ഞു. ഇത് ജനം കേട്ടപ്പോൾ വിഘടിച്ചു. അപ്പോൾ അന്ന് ഇവൻ്റെ അപ്പനാകുന്ന ശലോമോന്റെ കാലത്ത് അപ്പനെ പേടിച്ച് മിസ്രൈമിൽ പോയൊരു വ്യക്തി ഉണ്ടായിരുന്നു. എബ്രയീം ഗോത്രത്തിന്റെ നെബാത്തിന്റെ മകൻ യൊരേബയാം. അവൻ പ്രാർത്ഥന. പെട്ടെന്ന് യൊരേബയാമിനെ വിളിച്ചു വരുത്തിച്ച് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കാൻ പറഞ്ഞു. രഹബയാം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ എബ്രയീം ഗോത്രത്തിന്റെ നെബാത്തിന്റെ മകനാകുന്ന യൊരേബയാമിനെ ഇവർ നേതൃത്വത്തിൽ നിർത്തി. യൊരേബയാമിന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ വിഘടിച്ചു. പിന്നെ നമുക്കറിയാം, ദാനിലും ബദലിലും 2 കാളക്കുട്ടിയെ കൊണ്ടുണ്ടാക്കി ശമരി ആസ്ഥാനമാക്കി ഒരു രാഷ്ട്രമായിട്ട് അങ്ങ് തീർന്നു. 2 ഗോത്രക്കാര് ശലോമോന്റെ മകൻ രഹബയാമിന്റെ കൂടെ നിന്നു. അപ്പോൾ യെരൂശലേമിൽ രഹബയാമിന്റെ നേതൃത്വത്തിലുള്ള ഭരണവും ഇസ്രായേലിൽ യൊരേബയാമിന്റെ നേതൃത്വത്തിലും, പേര് തെറ്റരുത്, രഹബയാമും യൊരേബയാമും. യൊരേബയാം എവിടുത്തുകാരനാ? രഹബയാം എവിടുത്തുകാരനാ? രഹബയാം ശലോമോന്റെ മോൻ. യൊരേബയാമോ എബ്രയീം ഗോത്രത്തിൽ നെബാത്തിന്റെ മകനാകുന്ന യൊരേബയാം. അപ്പൊ ഇങ്ങനെയാണ് 2 ഇതായിട്ട് വിഘടിച്ചത്. 2 ഗ്രൂപ്പ്. ഒരപ്പന്റെ പിള്ളേരാ, പക്ഷെ 2 ഗ്രൂപ്പാ. അങ്ങനെ മിക്ക വീടുകളിലില്ലേ, അമ്മയും മോനും ഒരു കെട്ട്, അപ്പനും മോളും. മിക്ക വീട്ടിലെ ആമ്പിള്ളേർ പ്രായമായി കഴിഞ്ഞാൽ അമ്മയും മോനും ഒരു കെട്ട. അമ്മ മോനോട് പറയും, നീ ബാങ്കിൽ പോയി പൈസ എടുക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. ഉണ്ടാവും പറയും, അച്ഛനെ വിളിക്കാം. അതവിടെ ഞാൻ ഇരുന്നോളൂ, നിന്നോട് പറയുന്ന കാര്യം നീ കൂടെ അരിച്ചാനെന്ന് പറയാതെ അരിച്ചാൻ അവിടെ ഇരുന്നോളൂ. മിണ്ടുന്നില്ലല്ലോ ആരും. അമ്മയും മോനും ഒരു കെട്ട. ചില വീട്ടിൽ അപ്പനും മോളും ഒരു കെട്ട. എടുക്കപ്പെട്ടതാണോ ആട്ടെ. അപ്പൊ ഇവിടെ 2 ഒരപ്പന്റെ പിള്ളേരാ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. എന്നാൽ ഏലിയാവ് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു ചിന്തയാ, വേദ പഠിതാക്കളും ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. മിക്കവരും ഓർത്ത് കാണും, ഏലിയാവ് മിക്കവാറും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളായിരിക്കും. അപ്പം ഇസ്രായേൽക്കാർ പറഞ്ഞു, പുള്ളി 10 കല്ലേ വെക്കാൻ സാധ്യതയുള്ളൂ. മിക്കവാറും 10 കല്ലേ വെക്കുകയുള്ളൂ. സ്തോത്രം. കാരണം ആൾ കൂടുതൽ നമ്മളാണ്. ഇവിടെ 10 ഗോത്രമാണ്. മിക്കവാറും ആൾ പ്രവാചകനൊക്കെയാ, മറുഭാഷയൊക്കെ പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്, കാര്യമൊക്കെ ആണെങ്കിലും പുള്ളി നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുകയുള്ളൂ. പുള്ളി മനുഷ്യനല്ലേ. അപ്പം ഈ 2 ഗോത്രക്കാർ എതിർ സൈഡില്ല. അവർ പറഞ്ഞു, പുള്ളി ദൈവത്തിൻ്റെ പ്രവാചകനാണ്, അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കും. 2 കല്ലേ വെക്കാൻ സാധ്യത ഉള്ളു. കാരണം യെരൂശലേം പള്ളി ഇവിടെ ഉള്ളത്, ഇവിടാണ് മഹാപുരോഹിതൻ, ഇവിടാണ് ശെക്കേന ഇറങ്ങുന്നത്, ഇവിടാണ് കെറൂബുകളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. ഇവിടെ ആ പെട്ടകവും അതിനകത്ത് സാധനങ്ങളെല്ലാം യെരൂശലേമില്ല, ഇവിടെ ആ വലിയ പള്ളി. ശലോമോൻ പ്രാർത്ഥിച്ചപ്പം പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ പറ്റാത്ത വിധത്തിൽ തേജസ് ഇറങ്ങിയ സ്ഥലം ഇവിടെ. അപ്പൊ പുള്ളി ദൈവത്തിന്റെ പ്രവാചകനായതുകൊണ്ട് തന്നെ അവിടെ കാളക്കുട്ടിയാ, പുള്ളി അവരുടെ കൂടെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ 2 കല്ല് വെക്കാനേ സാധ്യത. അപ്പൊ എൻ്റെ ചിന്ത, 10 ഗോത്രക്കാർ ചിന്തിച്ചു 10 കല്ല് വെക്കാനാ സാധ്യത. 2 ഗോത്രക്കാർ ചിന്തിച്ചു 2 കല്ല് വെക്കാനാ സാധ്യത. പക്ഷെ ദൈവത്തിന്റെ പ്രവാചകന്റെ വിശേഷത കണ്ടോ? പുള്ളി ഇവരെല്ലാം കണ്ട് നോക്കി നിൽക്കുമ്പോൾ 10 2 12 കല്ല് എടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ അനേകം ആരുടെയും ഗ്രൂപ്പല്ല. ദൈവദാസന്മാര്, ദൈവമക്കൾ ഒരു ഗ്രൂപ്പിലും ഉണ്ടാകരുത്. നീ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കണം. സ്തോത്രം.
സഭയ്ക്കകത്ത് കാശുള്ളവർ കാണും, കാശില്ലാത്തവർ കാണും, കളറുള്ളവർ കാണും, കളർ കുറഞ്ഞവൻ കാണും, കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും. മാനുഷികമായി ദൈവപ്രകാരമല്ല, കുടുംബശ്രേഷ്ഠതയുള്ളവൻ കാണും, മാനുഷികമായി കുടുംബശ്രേഷ്ഠത കുറഞ്ഞവർ കാണും, വിദ്യാ നിപുണന്മാർ കാണും, വിദ്യാവിഹീനന്മാർ കാണും, അല്ലെങ്കിൽ പണ്ഡിതൻ കാണും, പാമരൻ കാണും, മിടുക്കൻ കാണും, മിടുക്ക് കുറഞ്ഞവർ കാണും. പക്ഷേ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. സ്തോത്രം, സ്തോത്രം. ഞാനതാ കൂടെ ഇവിടെ പറയുന്നത്, ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. അത് എന്തേലും അറിവ് കിട്ടിയാൽ അത് വളരാൻ അനുവദിക്കില്ല, അന്നേരം മണ്ടയൊടിക്കും. സ്തോത്രം. ഒരു ഗ്രൂപ്പും പറഞ്ഞ് എൻ്റെ അടുക്ക വരികയും ചെയ്യരുത്. എന്നാൽ അതിനെ ഞാൻ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടോ വന്ന് പറഞ്ഞോണം, പാസ്റ്റർ ഇന്ന വിഷയം കൊണ്ട് പ്രാർത്ഥിക്കാൻ, അല്ലെ ഞങ്ങളുടെ വീട്ടിൽ വന്നെന്ന് പ്രാർത്ഥിക്കാം. ഒക്കെ വരാം. വീട്ടിൽ യോഗം വെക്കണോ? യോഗം വെക്കാം. അവനതാ, ഇവളിതാ, ആ വീട്ടുകാരെങ്ങനെ, ഈ വീട്ടുകാരിങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. സ്തോത്രം. ഞാൻ കൂടെ ഇത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ ആർക്കും ഫിക്സഡ് കസേരയില്ല. നേരത്തെ വരുന്നവർ കയറുന്നത്. ഈ നിങ്ങൾ ഈ 5-6 പേര് പുറകിൽ പമ്മിയിരിക്കുന്നത്, മുന്നോട്ട് കയറിയിരുന്നേ. പുറകിൽ എന്നാ നിധി വെച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് മുന്നോട്ട് കയറിയിരുന്നേ. കയറുകയല്ലേ? ഞങ്ങളുടെ അവിടെ ഈ കുട്ടത്തിമാക്കറി എന്ന് പറയും. അതെവിടെയെങ്കിലും മൂല കയറി പമ്മി, മൂലക്കുട്ടി എന്ന് പറയും, കുട്ടത്തിമാക്കറി എന്ന് പറയും, പൊരിക്കുട്ട എന്ന് പറയും. ഉമ്മ വന്ന് പൊരിക്കൊട്ട ഇരിക്കും പോലെ. അപ്പൊ ഇവിടെ ഫിക്സഡ് സീറ്റ് ഒന്നുമില്ല, വേറെ എല്ലാം ഒരേപോലത്തെ കസേരയാ. പിന്നെ ഈ സ്റ്റേജില് 2-3 കസേര, ഇത് വേണം ഇതും തരാം. നിങ്ങൾ മാത്രം കുറേ നാളായിട്ട് അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക, ഞങ്ങൾക്കും അതിലൊന്ന് എടുത്തോണ്ട് പോക്കോ. ഇവിടെ ആർക്കും ഫിക്സഡ് ഇല്ല. ഇവിടെ ഗ്രൂപ്പിസം പാടില്ല.